ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം കേവലം ഒരു വാണിജ്യ നീക്കത്തിനപ്പുറം അമേരിക്കയുടെ വിദേശ നയത്തിനും മനുഷ്യാവകാശ നിലപാടുകളിലുമുള്ള പുതിയൊരു ദിശാബോധത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ ഉത്തരവിന്റെ വിവിധ വശങ്ങൾ, അതിന്റെ കാരണങ്ങൾ, സാധ്യമായ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ജൂലൈ 30-നാണ് ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. ബ്രസീൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷ, വിദേശ നയം, സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് കേവലം ഒരു പുതിയ തീരുവ ചുമത്തുന്നതിനേക്കാൾ ബ്രസീലിന്മേലുള്ള നിലവിലുള്ള തീരുവ 40% വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രസീലുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ അമേരിക്ക കൂടുതൽ കടുപ്പമുള്ള നിലപാടുകളിലേക്ക് കടക്കുന്നുവെന്ന് അർത്ഥം. ഉത്തരവിൽ ബ്രസീലിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ നിയമവാഴ്ചയെ അട്ടിമറിച്ച ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ്. മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നത് ട്രംപ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 2022-ലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അട്ടിമറിക്ക് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് വിചാരണ നേരിടുന്ന ബോൾസോനാരോയുടെ കേസാണ് ഇവിടെ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത്. ബ്രസീൽ ഗവൺമെന്റിലെ അംഗങ്ങൾക്ക് ഒരു മുൻ പ്രസിഡന്റിനെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നത് ആ രാജ്യത്തെ നിയമവാഴ്ചയെ ബോധപൂർവം തകർക്കുന്നതിനും രാഷ്ട്രീയ പ്രേരിതമായ ഭീഷണികൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കാരണമാകുന്നതായി ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ മാസം ആദ്യം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത കത്തിൽ എല്ലാ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്കും 50% തീരുവ ചുമത്താനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. വളരെ ബഹുമാനിക്കപ്പെടുന്ന ബോൾസോനാരോയ്ക്കെതിരായ മന്ത്രവാദ വേട്ട അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ട്രംപിന്റെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെയും വ്യക്തിപരമായ ബന്ധങ്ങളെയും ഈ തീരുമാനവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ വാദങ്ങളെ 3 പ്രധാന തലങ്ങളിൽ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ദേശീയ സുരക്ഷയും വിദേശ നയവുമാണ്. ബ്രസീൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും ഭീഷണിയാണെന്ന ആരോപണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായി ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന പങ്കാളിയാണ് ബ്രസീൽ. എന്നിരുന്നാലും ചില ബ്രസീലിയൻ സർക്കാരുകൾ ചൈനയുമായി അടുക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കിയിരിക്കാം. എന്നാൽ ഇതൊരു ദേശീയ സുരക്ഷാ ഭീഷണി എന്നതിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഒരുപക്ഷെ ട്രംപിന്റെ വീക്ഷണത്തിൽ ബ്രസീലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലെ സ്ഥിരതയില്ലായ്മയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുർബലപ്പെടലും അമേരിക്കൻ താൽപര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയായിരിക്കാം ഇതിന് പിന്നിൽ. അതോടൊപ്പം ബ്രസീൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്ന വാദം സാധാരണഗതിയിൽ വാണിജ്യപരമായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. തീരുവകൾ സാധാരണയായി ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ചുമത്തി പ്രാദേശിക വ്യവസായങ്ങളെ സംരക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രസീലിൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ മുൻഗണന നൽകാനാണ്. ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുമെങ്കിലും ബ്രസീലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാകും. പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ കാര്യത്തിൽ ബ്രസീൽ വലിയ കയറ്റുമതിക്കാരാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമവാഴ്ചയുടെ തകർച്ചയുമാണ് ഈ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ ഭാഗം. മനുഷ്യാവകാശ ലംഘനവും നിയമവാഴ്ചയുടെ തകർച്ചയും തന്നെയാണ്. മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുന്നുവെന്ന ആരോപണം ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ചേർന്ന് വായിക്കേണ്ട ഒന്നാണ്. ബോൾസോനാരോ ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ബ്രസീലിലെ ട്രംപ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ബോൾസോനാരോയ്ക്കെതിരായ നിയമ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നതാകാം ഈ തീരുവ ചുമത്താനുള്ള ഒരു പ്രധാന കാരണം. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര നിയമ നടപടികളിൽ ഒരു വിദേശ രാജ്യം ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് നയതന്ത്ര രംഗത്ത് അസാധാരണമാണ്. ഇത് ബ്രസീലിന്റെ പരമാധികാരത്തിലുള്ള കൈക്കടത്തലായി വ്യാഖ്യാനിക്കപ്പെടാം. അതോടൊപ്പം ട്രംപിന്റെ ഈ തീരുമാനം പല തലങ്ങളിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. 50% തീരുവ ബ്രസീലിയൻ കയറ്റുമതിയെ, പ്രത്യേകിച്ചും കാർഷിക ഉൽപ്പന്നങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവയെ കാര്യമായി ബാധിക്കും. അമേരിക്ക ബ്രസീലിന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. ഈ തീരുവകൾ കാരണം ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരിക്കാൻ പ്രയാസമാകും. ഇത് ബ്രസീലിയൻ വ്യവസായങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതോടൊപ്പം ഇത് ബ്രസീലിലെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാനും ഇടയാക്കും. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നത് അമേരിക്കയിലെ ഉപഭോക്താക്കളെയും ബാധിക്കാം. ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി കുറയുന്നത് ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനിടയാക്കും. കൂടാതെ ബ്രസീൽ തിരിച്ചടി നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അമേരിക്കൻ കയറ്റുമതിയെയും അത് ബാധിക്കും. ഈ തീരുമാനം അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ ഒരു പുതിയ തലത്തിലുള്ള സംരക്ഷണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ തീരുവകളെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നത് ലോക വ്യാപാര സംഘടനയുടെ തത്വങ്ങളെ ചോദ്യം ചെയ്യും. ഇത് മറ്റ് രാജ്യങ്ങളെയും സമാനമായ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതോടൊപ്പം ഈ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കാര്യമായി വഷളാക്കും.
ബ്രസീലിയൻ സർക്കാർ ഈ നീക്കത്തെ അവരുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. ഇത് ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ സ്വാധീനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ബ്രസീൽ ചൈനയുമായി കൂടുതൽ അടുക്കാനുള്ള സാധ്യതയും ഇതിലൂടെ വർദ്ധിക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നീക്കം മനുഷ്യാവകാശ നയങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെതിരായ നിയമ നടപടികളെ മനുഷ്യാവകാശ ലംഘനമെന്ന് വ്യാഖ്യാനിക്കുന്നത് മനുഷ്യാവകാശ പ്രശ്നങ്ങളെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനത്തിന് ഇടയാക്കും. ഈ സാഹചര്യത്തിൽ ബ്രസീലിയൻ സർക്കാർ ഈ തീരുവകളെ നേരിടാൻ നയതന്ത്രപരവും സാമ്പത്തികപരവുമായ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകുകയോ മറ്റ് വ്യാപാര പങ്കാളികളുമായി പുതിയ കരാറുകൾ ഉണ്ടാക്കുകയോ ചെയ്യാം. ആഭ്യന്തര സാമ്പത്തിക മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടി വരും.